നമ്മുടെ പ്രവർത്തകരെ ആശീർവദിച്ച നമ്മുടെ ഫാദർ ജോയി സാബു അച്ഛൻ, ഈ വാർഡിൽ സാന്നിധ്യമായിരിക്കുന്ന വാർഡിൻ്റെ കൗൺസിലർ ലാവണ്യ, ശ്രീ ഷീജ, സനിൽ ബോസ്, മറ്റ് പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ നന്ദിയും സംഘടനയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സംഘടന രൂപം കൊണ്ടത് 2020 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. അന്നു മുതൽ ഇന്ന് വരെയും നമ്മൾ ഒരു കുടുംബത്തിലങ്ങ് ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം നടത്തി വരികയാണ്. നമ്മൾ ചെയ്യുന്ന ഒട്ടനവധി പരിപാടികളുണ്ട്. അതിൽ ഒന്നാമത്തേത് ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്നാണ്. പൂവാറ്, പുല്ലുവിള, മണിയറവിള, കാട്ടാക്കട, ആര്യനാട്, പാറശാല എന്നീ ആശുപത്രിയിൽ വൈകുന്നേരങ്ങളിൽ സായാഹ്ന ഭക്ഷണം സംഘടിപ്പിക്കുകയും ഒരു മാസത്തിൽ 2 ദിവസം നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിൽ ഉച്ചക്കഞ്ഞി വിതരണവും നിരാലംബരായ രോഗികൾക്ക് ചികിത്സാ സഹായവും ഭക്ഷ്യക്കിറ്റ് വിതരണവും വിദ്യാർത്ഥികളെ പഠന ഉന്നതിയിൽ എത്തിക്കുവാൻ വേണ്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാമൃതം എന്നൊരു പ്രോഗ്രാമിലൂടെ അവരെ പഠനോപകരണങ്ങളും മറ്റ് സാമ്പത്തിക സഹായവും നൽകുന്നു. രോഗികൾക്ക് ചികിത്സാ സഹായം ചെയ്യുന്നു. ഓണം, ക്രിസ്മസ് പോലുള്ള ദിവസങ്ങളിൽ അതിനോടനുബന്ധിച്ച് വലിയ പ്രോഗ്രാമുകളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഓണത്തിന് തന്നെ ഏതാണ്ട് 65-70ഓളം പ്രവർത്തകർക്ക് ഭക്ഷ്യക്കിറ്റ് പ്രവർത്തകർ സംഘടിച്ചു നിന്നുകൊണ്ട് രോഗികളായ ആൾക്കാർക്ക് ഭക്ഷ്യക്കിറ്റ് ഉണ്ടായി. ക്രിസ്മസിനും അതേപോലെ അതിനേക്കാളും വിപുലമായ രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്നു. നമ്മൾ നെയ്യാറ്റിൻകര ഏരിയ കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഈ സംഘടന താലൂക്കിലേക്ക് വളരുകയും താലൂക്കിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് വളരുകയും ജില്ലയിൽ നിന്ന് ഇപ്പോൾ കാസർഗോഡ് വരെ നമ്മുടെ പ്രവർത്തകർ കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷം മുമ്പ് നമ്മൾ എടുത്ത ഒരു തീരുമാനമാണ് ഒരു പകൽ വീട്. നമ്മൾ തുടക്കമാണ്. നമ്മൾ ആരും നോക്കാനില്ലാത്ത അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സംഘടന മുമ്പോട്ടിറങ്ങിയിരിക്കുന്നത്. അതിനാദ്യമായി നമ്മൾ പകൽ വീടായി തുടങ്ങിയാണ്. ഈ പേപ്പറെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് ഈ ഏരിയ ഏതെങ്കിലും ഭാഗത്ത് തന്നെ നമ്മൾ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് സ്വന്തമായി ഒരു ബിൽഡിംഗ് വെച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ വന്ന് നമ്മൾ സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കും, അച്ഛനും നമ്മുടെ മെമ്പർമാർക്കും, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് 2 വാക്ക് ആശംസകൾ അറിയിക്കാനായിട്ട് ഫാദർ ജോയ് സാബു അച്ഛനെ ആദരവ്. സ്നേഹമുള്ള ഈ സംഘടനയുടെ പ്രത്യേക സ്ഥാപകർ, അതിൻ്റെ ഭാരവാഹികൾ, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, വളരെ നല്ലൊരു സംരംഭത്തിനാണ് നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുക. ഇന്ന് പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ പല വൃദ്ധ മാതാപിതാക്കളും പലയിടത്തും ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാവുന്നതാണ്. മക്കളുണ്ടെങ്കിൽ പോലും അവരാരും നോക്കാതെ ശ്രദ്ധിക്കാതെ വളരെ അധികം വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊരാശ്വാസം എന്ന നിലയിൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ പ്രവർത്തനം തീർച്ചയായും ഇന്ന് സമൂഹത്തിൽ ഒരു സന്ദേശം കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹം ഇനി ഉണ്ടാകരുത് എന്നൊരു അടയാളമാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കാൻ പോകുക. അപ്പോൾ നമ്മുടെ ഈ ലക്ഷ്യം തീർച്ചയായും ഇത് ആത്മാർത്ഥമായ ഒരു സമർപ്പണത്തിലൂടെ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയും. വൃദ്ധരായ വ്യക്തികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു വൃദ്ധ മാതാവ് അല്ലെങ്കിൽ പിതാവുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതേ രീതിയിൽ മാത്രമേ നമുക്കവരെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു മാനസിക ചൈതന്യം ഉള്ളവർക്ക് മാത്രമേ ഇവരെ പരിചരിക്കാനും കൂടെ ആയിരിക്കാനും കൂടെ നിൽക്കാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ആരോഗ്യമുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിലപ്പോൾ അവർ ചിന്തിക്കില്ല. നമ്മൾ ശാരീരിക ശേഷി ഉള്ളവർ മൂവ് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ അവർ മൂവ് ചെയ്യില്ല. നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ ചിലപ്പോൾ അവർ ഭക്ഷിച്ചെന്ന് വരില്ല. അപ്പോൾ അവരെ ശ്രദ്ധയോടുകൂടെ പരിചരിക്കുന്നതിന് തീർച്ചയായും ആ ഒരു ആത്മാർത്ഥതയുള്ള വ്യക്തികളുടെ കൂട്ടായ്മ തന്നെ ഉണ്ടാകണം. അപ്പോൾ അതിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ലക്ഷ്യം, ആ ഒരു ചൈതന്യം, ഈ ഇവിടെ വരുന്ന ഒരാളാകട്ടെ 2 ആളാകട്ടെ എത്ര പേരാകട്ടെ, അവർക്ക് സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പരിചരണം, അതിനേക്കാൾ ഉപരി സാമീപ്യം കൊടുക്കുന്ന ഒരു സംരംഭമാകട്ടെ നിങ്ങളുടേതെന്ന് ആശംസിക്കുന്നു. ഒത്തിരിയധികം നന്മ പ്രവൃത്തികൾ നിങ്ങളുടെ സുമനസ്സുകളുടെ കൂട്ടായ്മയിലൂടെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു.
നമ്മുടെ മുളയൂർ വാർഡ് മെമ്പർ ശ്രീമതി ലാവണ്യ നേരത്തെ തന്നെ വന്ന് ഇവിടെ ആശംസകൾ അറിയിച്ചു പോയതാണ്. കാട്ടാക്കട മാർക്കറ്റ് വാർഡ് മെമ്പർ ശ്രീമതി ഷീജ മേഡം അവരുടെ രണ്ടു വാക്ക് ആദരവ് പറയുന്നുണ്ട്. ഏറ്റവും ആദരണീയനായ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത